ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1724. ഇന്ന് സെപ്റ്റംബർ മാസം 19-ാം തീയതി 263-ാമത്തെ ദിവസത്തിലെത്തി. ഭൂമിയിലെ നല്ല ബന്ധങ്ങളായി മാറേണ്ടതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. വല്ലാതെ തർക്കത്തിലും മത്സരത്തിലുമാണ്. ആരാണ് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ആര് തുടങ്ങിയാലും ബന്ധം നന്നായി മുമ്പോട്ട് പോയേ മതിയാവും. എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? മക്കളിൽ നിന്നും തുടങ്ങിയാലും മക്കളുടെ വിചാര ലോകത്ത്, അവരുടെ സഞ്ചാര ലോകത്ത്, അവരുടെ ജീവിത ലോകത്ത് മാതാപിതാക്കള് എവിടെയുണ്ടാവും? സ്ഥാനക്രമത്തില് രക്ഷിതാക്കള് എത്രാമത് എത്തും? ഭാരപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഭാരപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല ചോദിക്കുന്നത്, എന്നാലൊന്ന് കണ്ടെത്തണ്ടേ. എന്റെ ജീവിതത്തില്, വിചാരത്തില്, സഞ്ചാരത്തില് എന്റെ മാതാപിതാക്കള് എത്രാമത്തേതാണ്? ആ സ്ഥാനക്രമത്തെക്കുറിച്ച് എനിക്ക് എന്ത് ബോധ്യമുണ്ട്? ഇത് തിരിച്ചുമൊന്ന് ചോദിക്കുകയാണ്. മക്കള് അപ്പനമ്മമാരുടെ മുൻഗണനാക്രമത്തിൽ എത്രാമത്തേതാണ്? മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത് ഈ മക്കൾക്ക് എന്തുമാത്രം സ്ഥാനമുണ്ട്? ഒരിക്കലും കണ്ടുമുട്ടാനായിട്ട് സാധ്യതയില്ലാത്ത സമാന്തര രേഖകൾ ഏതാണ്ട് റെയിൽവേ ലൈൻ പോകുന്നത് പോലെ സഞ്ചരിക്കുന്നവരായി ഈ മാതാപിതാക്കളും മക്കളുമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മറ്റാരോടും രഹസ്യത്തിലും പരസ്യത്തിലും ചോദിക്കാൻ മുതിരണ്ട. അവനവനോട് മാത്രം ഒന്ന് ചോദിച്ചാൽ മതി. അവനവന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയാൽ മതി. ഒരിക്കലും കണ്ടുമുട്ടാത്ത, കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകളിലൂടെ സഞ്ചരിക്കുന്നവർ, ഒരിക്കലും ഒരുമിക്കാനാവാത്ത വിധം വ്യത്യസ്ത ലോകങ്ങളിലേക്ക് വഴിപിരിഞ്ഞവരുമായി മാറിയിട്ടുണ്ട് മാതാപിതാക്കളും മക്കളുമൊക്കെ. അവയ്ക്കൊരു മാറ്റമുണ്ടാവട്ടെ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ മിക്കവാറും ഭൂമിയിൽ ഏതൊരു കുഞ്ഞുങ്ങളെയും കാണും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ ഓർമ്മ വരുമെന്നാണ് പൊതുവെ പറച്ചിൽ. വരേണ്ടതാണ്. തിരിച്ച് ഒരു ചിന്തയാവാം. ഈ പ്രായമുള്ള മനുഷ്യരെയൊക്കെ എവിടെയെങ്കിലും വെച്ചൊക്കെ നിരന്തരം നമ്മൾ കാണുമ്പോൾ എത്ര മക്കൾക്ക് അവരവരുടെ മാതാപിതാക്കളെ ഓർമ്മ വരുന്നുണ്ടാവും. മാതാപിതാക്കൾ തങ്ങളുടെ ലോകത്തെ ഒത്തിരി പരിമിതപ്പെടുത്തിയിട്ട്, സ്വയം ചെറുതാക്കിയിട്ട് നമ്മുടെ ലോകത്തെ വളർത്തിയതാണ്, വിസ്തൃതമാക്കിയതാണ്. അതും നമ്മളെപ്പോഴോ മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. ഇരുകൂട്ടരിലും കുറച്ചുകൂടി വെളിച്ചമെത്തണം. ആ വെളിച്ചമാവട്ടെ യേശു വെളിച്ചമാണ്. ആ വെളിച്ചത്തില് പരസ്പരം കാണാനും ഇടപഴകാനും മുമ്പോട്ട് ഒരുമിച്ച് പോകാനൊക്കെ ഏവർക്കും സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.